നമസ്കാരം. ജെ ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ടൊരിക്കൽ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമത്തിൽ അലീന എന്ന ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു നല്ല കലാകാരിയാവുക എന്നതായിരുന്നു. കാരണം അവരുടെ ജോലി ആളുകളെ സ്വാധീനിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നതാണല്ലോ. പക്ഷെ പലപ്പോഴും അവളുടെ ജീവിതപാത വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. അലീനയുടെ കുടുംബം വളരെ ദരിദ്രമായിരുന്നു. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരായിരുന്നു അവർ. അവിടെ സ്വപ്നങ്ങൾക്ക് ഇടം വളരെ കുറവായിരുന്നു. അവളുടെ കൈകൾ പകൽ സമയങ്ങളിൽ വയലിൽ പണിയെടുക്കുന്ന തിരക്കിലും നീണ്ട ക്ഷീണിച്ച പകലിനു ശേഷം രാത്രികളിൽ അവൾ മെഴുകുതിരി വെളിച്ചത്തിന്റെ അരണ്ട വെളിച്ചത്തിൽ ചുരുണ്ട കടലാസ് കഷ്ണങ്ങളിലേക്ക് തന്റെ ഹൃദയം പകരാനും ഉപയോഗിച്ചു. അവളുടെ ഡ്രോയിങ്ങുകൾ അപൂർണങ്ങളായിരുന്നു. ആദ്യം അവ അവളുടെ ജീവിതം പോലെ തന്നെ പരുക്കനും വിചിത്രവുമായിരുന്നു. എന്നാൽ ജീവിതത്തെ പോലെ തന്നെ കലയും സുന്ദരമാവണമെന്ന് അലീന ആഗ്രഹിച്ചു. അവളുടെ പെൻസിലിന്റെ ഓരോ വരയും ആത്മാവുമായുള്ള സംഭാഷണം പോലെ തോന്നിച്ചു. അവൾ അവളുടെ ഉള്ളിൽ കൊണ്ടു നടന്ന വികാരങ്ങളുടെ പ്രകാശനം. ഒരു ദിവസം ഗ്രാമം ഒരു കലാമത്സരം പ്രഖ്യാപിച്ചു. വിജയ് ലഭിക്കുന്ന സമ്മാനമാകട്ടെ നഗരത്തിലെ ഒരു പ്രശസ്തമായ ആർട്ട് അക്കാഡമിയിലേക്കുള്ള സ്കോളർഷിപ്പ് ആയിരുന്നു. ആ വിവരം കേട്ട് അലീനയുടെ ഹൃദയം ഉണർന്നു. ഒരുപക്ഷെ അത് തനിക്കുള്ള അവസരമായിരിക്കാം. വയലുകളിൽ നിന്ന് അവൾ എപ്പോഴും സ്വപ്നം കണ്ടിരുന്ന ജീവിതത്തിലേക്കുള്ള ഒരു വഴി. എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു സംശയം അവിടെ നിഴലിച്ചു. അതിനു കാരണം അവൾക്ക് ഔപചാരികമായ പരിശീലനമോ ശരിയായ സാമഗ്രികളോ അധ്യാപകരോ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു. അവളുടെ ദൃഢനിശ്ചയം മാത്രമായിരുന്നു ആകെ അവൾക്കുണ്ടായിരുന്നത്. മത്സരത്തിന് മുമ്പുള്ള ആഴ്ചകളോളം അലീന എന്നത്തെക്കാളും കഠിനാധ്വാനം ചെയ്തു. അവൾ തീയിൽ നിന്ന് കരിക്കഷ്ണങ്ങളും ഗ്രാമത്തിലെ കടയിൽ നിന്ന് കടലാസ് കഷ്ണങ്ങളും ശേഖരിച്ചു. അവൾ കണ്ടെത്തിയ പഴയതും എന്നാൽ വളരെ പഴകിയതുമായ പുസ്തകത്തിൽ നിന്ന് വിദ്യകൾ പഠിച്ചു. അവൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ച രാത്രികൾ പലതുണ്ടായിരുന്നു. അവളുടെ കൈകൾ തളർച്ച കൊണ്ട് വിറയ്ക്കും, മനസ്സാകട്ടെ സംശയങ്ങൾ കൊണ്ട് നിറയും. തന്റെ പ്രയത്നങ്ങളെല്ലാം വെറുതെ ആയല്ലോ എന്നവൾ പലപ്പോഴും സംശയിച്ചു പോയിട്ടുണ്ട്. ഒരു ദിവസം സായാഹ്നത്തിൽ ഡ്രോയിങ്ങിനായുള്ള മറ്റൊരു ശ്രമം പരാജയപ്പെട്ടതിന് ശേഷം അലീന തന്റെ ജോലി മാറ്റിവെച്ച് കിടക്കയിൽ കിടന്ന് നിയന്ത്രിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ഇരുട്ടിലേക്ക് നോക്കി മന്ത്രിച്ചു, ഞാൻ എന്തിനാണിത് ചെയ്യുന്നത്? എനിക്ക് അതിനുള്ള കഴിവില്ല. എന്നാൽ അവൾക്കതിന്റെ ഉത്തരവും അറിയാമായിരുന്നു. അവൾ വെറും കല സൃഷ്ടിക്കുകയല്ല, മറിച്ച് ഒരു പ്രതിരോധ ശേഷി ഉണ്ടാക്കുകയായിരുന്നു. ഓരോ പരാജയവും അവളിൽ സ്ഥിരോത്സാഹം ഉണ്ടാക്കുകയായിരുന്നു. ഓരോ തവണയും അവൾ തന്റെ ആഗ്രഹത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അങ്ങനെ ചെയ്യാതിരുന്നപ്പോൾ അവൾ കൂടുതൽ ശക്തിയായി. അങ്ങനെ അവസാനം മത്സരത്തിന്റെ ദിവസം വന്നെത്തി. അലീന തന്റെ എളിയ കലാസൃഷ്ടികൾ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് വില്ലേജ് ഹാളിലേക്ക് നടന്നു. അവൾക്ക് ചുറ്റും മറ്റ് കലാകാരന്മാർ തങ്ങളുടെ സൃഷ്ടികൾ പ്രദർശിപ്പിച്ചു. അവയാകട്ടെ വില കൂടിയ സൃഷ്ടികൾ, ഗംഭീരവും ഊർജ്ജസ്വലവുമായ സൃഷ്ടികൾ. അലീനയ്ക്ക് താൻ നിസ്സാരിയായും വളരെ ചെറുതായും തോന്നി. പക്ഷേ മങ്ങിയ മെഴുകുതിരി വെളിച്ചത്തിൽ ചിലവഴിച്ച രാത്രികളും തന്നെ ശാന്തമായി മുന്നോട്ട് നയിച്ച നിശ്ചയദാർഢ്യവും വീണതിനു ശേഷം എഴുന്നേറ്റ എണ്ണമറ്റ നിമിഷങ്ങളും അവൾ ഓർത്തു. അവൾ അഭിമാനത്തോടെ തന്റെ സൃഷ്ടികൾ മേശപ്പുറത്ത് വെച്ചു. ജഡ്ജിമാർ മുറിയിൽ ചുറ്റി നടന്നു. ഓരോ സൃഷ്ടിയും നിരത്തിവെച്ചു. അലീനയുടെ സൃഷ്ടിയുടെ മുമ്പിലെത്തിയപ്പോൾ അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയം ചെലവഴിച്ചു. ഒരു ഒറ്റപ്പെട്ട മരത്തിന്റെ കരി ഡ്രോയിങ് പരിശോധിക്കുമ്പോൾ അവളുടെ കൈകൾ വിറച്ചു. അതിന്റെ ശിഖരങ്ങൾ വളഞ്ഞു പുളഞ്ഞു, പക്ഷെ അവ പൊട്ടാതെയും വളരെ ഉയരത്തിൽ നിൽക്കുന്നു. അവളുടെ ലളിതമായ വരികളിൽ പകർത്തിയ അസംസ്കൃത വികാരത്താൽ ചലിച്ച ജഡ്ജിമാർ പരസ്പരം മന്ത്രിച്ചു. ദിവസാവസാനം വിജയികളെ പ്രഖ്യാപിച്ചപ്പോൾ അലീനയുടെ പേര് ഹാളിൽ പ്രതിധ്വനിച്ചു. അവൾക്കത് വിശ്വസിക്കാനായില്ല. അങ്ങനെ അവൾ മത്സരത്തെ മാത്രമല്ല സ്വന്തം സംശയങ്ങളെയും ഭയങ്ങളെയും മറികടന്നു. സ്കോളർഷിപ്പ് ലെറ്റർ മുറുകെ പിടിച്ച് അവിടെ നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. എന്നാൽ ഇത്തവണ അത് വിജയത്തിന്റെ കണ്ണീരായിരുന്നു. ഒരു കലാകാരിയാവാനുള്ള അവളുടെ യാത്ര അവസാനിച്ചിട്ടില്ല. ഇനിയും നിരവധി വെല്ലുവിളികൾ മുന്നിലുണ്ടാകും. എന്നാൽ ഇപ്പോൾ അവൾ മുമ്പറിഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ അവൾക്കറിയാം. അതിജീവിക്കുന്നതിന്റെ സൗന്ദര്യം ലക്ഷ്യത്തിലെത്തുന്നതിന്റെ മാത്രമല്ല, അത് ഓരോ ഇടർച്ചയിലും ഓരോ കണ്ണുനീരിലും വഴിയിലെ ഓരോ ചുവടുവയ്പിലും ഉണ്ട്. അത് ജീവിതത്തിന്റെ യഥാർത്ഥ കലയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. നന്ദി. വീണ്ടും കാണാം.